പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ തൃശ്ശൂർ വിയ്യൂരിലെ ജുവലറിലെത്തിച്ചും അതുപോലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയെന്ന വാർത്ത തൃശ്ശൂരിൽ നിന്ന് വന്നു. പുലിപ്പല്ല് വെള്ളിയിൽ പൊതിഞ്ഞ് നൽകിയ വിയ്യൂരിലെ ജുവലറിയിൽ നിന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തു കൊടുത്തതെന്നാണ് ജുവലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞത്. വീട്ടുകാരോട് കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന റാപ്പർ വേടൻ പോലീസുകാരോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്തായാലും ജുവലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞ കാര്യം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ആർമിക്കാർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമൊന്നുമില്ല? ഇത് ആളുടെ സുഹൃത്തുണ്ടായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ആ സമയത്ത്? ഇല്ല, ആളെനിക്ക് വേണ്ടതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കല്ല് കെട്ടാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ റാപ്പർ വേടന് ഈ പുലിപ്പല്ല് നൽകിയത് ഒരു രഞ്ജിത്ത് കുമ്പിടിയാണ് എന്ന രീതിയിൽ അതേ ഒരു മൊഴി പറഞ്ഞിരുന്നു. ഈ രഞ്ജിത്തിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. കാരണം രഞ്ജിത്തിനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കുമ്പിടി തന്നെയാണോ ഇതിൻ്റെ യഥാർത്ഥ കക്ഷി എന്നറിയാൻ പോലീസ് പരക്കം പായുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പറയും. എസ്കെൻ, ഇന്ന് വിയ്യൂരിലെ ജുവലറിയിലും അതുപോലെ തന്നെ വേടന്റെ വിയ്യൂരിലെ തന്നെ വീട്ടിലും എത്തിച്ചാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം എത്തിയത് വിയ്യൂരിലെ ജുവലറി ആയിരുന്നു. ഏറെ പഴക്കമുള്ള ഒരു ജുവലറിയാണ്. അവിടെ ഈ ശംഖടക്കം കെട്ടിക്കുടക്കുന്ന ഒരു സാധാരണ ജുവലറിയാണ്. അവിടെ എത്തിച്ചാണ് ഈ വേടന്റെ തെളിവെടുപ്പ് നടത്തിയത്. വേടൻ ഇവിടെ നിന്നാണ് ഈ പുലിപ്പല്ല് കെട്ടിയത്, ലോക്കറ്റാക്കി മാറ്റിയതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്ന വേടനല്ല, മറ്റൊരാൾ മുഖാന്തരം അത് അവിടെ എത്തിക്കുന്നു. അതിനുശേഷം ഇത് വാങ്ങാൻ വേണ്ടി ഒരാളോടൊപ്പം വേടൻ അവിടെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ ജുവലറി ഉടമ നൽകിയിരിക്കുന്ന മൊഴി. ആ സമയത്തും തനിക്കിത് വേടനാണ് എന്നറിയില്ലായിരുന്നു. മകനാണ് വേടനാണ് എന്ന കാര്യം തന്നോട് പറയുന്നത്. അതോടുകൂടിയാണ് റാപ്പർ വേടനാണ് ഇതെന്ന് താൻ മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് ഈ ജുവലറി ഉടമ നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഈ ജുവലറി ഉടമയെ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ് കടന്നിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഈ വേടന്റെ വീട്ടിലേക്ക് ഈ വനംവകുപ്പ് സംഘം പരിശോധനയ്ക്കായി എത്തുന്നത്. ആ സമയത്താണ് മാധ്യമങ്ങളോട് പാവങ്ങളാണ്, വീട്ടുകാരെ ഉപദ്രവിക്കരുത് എന്ന് വേടൻ പറയുന്നത്. അതിനുശേഷം വീടിനകത്തേക്ക് എത്തിയ വേടൻ ഒരു 10 മിനിറ്റ് നേരം അവിടെ ചിലവഴിച്ചു. അവിടെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി ചിലവഴിച്ചു. അതിനുശേഷം ഈ വേടൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ആ സമയത്ത് പലപ്പോഴും നമ്മൾ ഈ വേടന്റെ ചിത്രങ്ങളിലടക്കം വീഡിയോകളിലടക്കം കണ്ടിട്ടുള്ള വേടന്റെ വളർത്തുനായ ഉണ്ട്. ആ വളർത്തുനായ അടക്കം വേടന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യമടക്കം ഉണ്ടായിരുന്നു. ഒരു വൈകാരികമായ നിമിഷം എന്ന് പറയാവുന്ന തലത്തിലേക്ക് ആ നായ ഓടി വരുന്നതൊക്കെ ഒരു വൈകാരിക നിമിഷം അവിടെ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് വേടനെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും കോടനാട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തൃശ്ശൂരിൽ 2 ഇടത്താണ് തെളിവെടുപ്പ് നടത്തിയത്. അത് വിയ്യൂരിലെ ജുവലറിയും അതോടൊപ്പം തന്നെ വേടന്റെ വീടുമായിരുന്നു. ഓക്കെ, താങ്ക് യു സൂരജ് സജി.